ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചായാമൻസ എന്ന ചീര കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ? അതിനായി നമുക്ക് ഇവിടെ നിന്നും കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ചീരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ള ചീരയാണിത്. കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയെല്ലാം ഈ ചീരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രഷർ കുറക്കുവാനും ഷുഗറിനെ കുറക്കുവാനും എല്ലാം ഇത് സഹായിക്കുന്നു എന്നും പറയപ്പെടുന്നു. ഇത് സാധാരണ ചീര പോലെയല്ല. ഇത് തോരൻ വെക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ഇത് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്ത് ആ വെള്ളം ഇത് അരിഞ്ഞു വെച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കട്ട് കളഞ്ഞതിന് ശേഷമേ നമ്മളിത് തോരൻ വെക്കാൻ ഉപയോഗിക്കാറുള്ളൂ. ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ചീരയുടെ രാജാവെന്നും ചിലർ ഇതിനെ പറയാറുണ്ട്. നമുക്കെന്തായാലും ഇതൊന്ന് അരിഞ്ഞെടുത്ത് തോരൻ വെക്കാം. അതിനായി നമുക്കിതൊക്കെ ഒന്ന് അടക്കിയെടുക്കണം. എന്നിട്ട് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതാദ്യമൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടിരുന്നില്ല. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് എവിടെ നോക്കിയാലും ഈ ചീരയുണ്ട്. ഇപ്പോൾ ഈ ചീര വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഒരു കഷ്ണം എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നൊന്ന് കുഴിച്ചിടണം. പക്ഷെ ഇത് നമ്മൾ വീടിൻ്റെ അടുത്തൊന്നും കുഴിച്ചിടരുത്. അതിരിലൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വേലിച്ചെടിയായിട്ടൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരിയും വെക്കാം, ഒരു വേലിച്ചെടിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ ചീര വീട്ടിലുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് ഇതേപോലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. ഇത് നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്. എങ്കിലും ഇത് കട്ടൂറ്റി കളയണം. ആദ്യം വെള്ളം തിളപ്പിച്ച് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്നും ഊറ്റിയെടുക്കണം. ഇത് നമ്മൾ കയ്യിലൊക്കെ അരിയുന്ന സമയത്ത് തന്നെ ഒരു വൈറ്റ് കറതുമെന്ന് വരുന്ന കാണാം. അതിങ്ങനെ കയ്യുമ്പോൾ തട്ടുമ്പോൾ ഒരു ചൊറിയുന്ന പോലെയൊക്കെ ചിലപ്പം തോന്നാറുണ്ട്. ഇപ്പം നമ്മളെ എല്ലാതും അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടാറിയതിന് ശേഷം ഊറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് തോരൻ വയ്ക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കുക. ഇത് ഒരു സബോള എടുത്തതാണ്. 4 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും 6 പച്ചമുളകും. അപ്പോൾ ഇത് നമുക്കിതിലിട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കട്ട് ഊറ്റിയെടുത്ത് വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇനി ഇതിന് സാധാരണ ചീരയേക്കാൾ കൂടുതൽ വേവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 1.5 ഗ്ലാസ്സെങ്കിലും വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് വെന്ത് കിട്ടണം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരമുറി തേങ്ങയാണ്. ഇനി തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ ചീരയെ അപേക്ഷിച്ച് ഇത്തിരി വേവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും ഇത് വേവാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഉപ്പേരി നന്നായി വെന്തു റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വിളമ്പി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിയായ ഉപ്പേരി തന്നെയാണ് ഇതിട്ടാ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്.